ഹായ് വെൽക്കം ടു മിച്ചൂസ് വണ്ടർലാൻഡ്. ഇന്ന് നമ്മൾ റുബിക്സ് ക്യൂബ് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് പഠിക്കാൻ പോവാണ്. ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഈ 3x3 റുബിക്സ് ക്യൂബിൽ 3 ലെയേഴ്സ് ഉണ്ട്. ഇത് ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ. ഇതൊക്കെയാണ് ആ 3 ലെയേഴ്സും. നമ്മൾ എങ്ങനെ വെച്ചാലും അങ്ങനെ തന്നെയാണ് നമ്മൾ ലെയേഴ്സ് പറയുക. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അൽഗോരിതംസ് ആണ്. അൽഗോരിതംസ് എന്ന് വെച്ചാൽ ഈ റുബിക്സ് ക്യൂബിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇത് റൈറ്റ് ഹാൻഡിൻ്റെ ആർ പ്രൈം, ആർ പ്രൈം. ഇനി ലെഫ്റ്റ് ഹാൻഡിൻ്റെ എൽ പ്രൈം, എൽ പ്രൈം, എൽ. മുകളിലേക്കുള്ളത് എൽ പ്രൈം, അടിയിലേക്കുള്ളത് എൽ. ഇത് റൈറ്റിൻ്റെ പോലെയല്ല, ഓപ്പോസിറ്റാണ്. പിന്നെ ഇത് യു പ്രൈം, അപ്പ് പ്രൈം. ഓക്കെ, ഇത് അപ്പ് മുകളിലത്തെ. പിന്നെ ഇത് എഫ് ഫ്രണ്ട്, എഫ് പ്രൈം, എഫ് പ്രൈം, എഫ് ഫ്രണ്ട് പ്രൈം, ഫ്രണ്ട് പ്രൈം. ഓക്കെ, ഇനി നമ്മൾ ഇത് ആദ്യം നമ്മളൊരു ഡെയ്സി പോലെ ആക്കണം. ഫ്ലവർ ഒരു ഡെയ്സി പോലെ ആക്കാൻ നമ്മൾ ആദ്യം യെല്ലോ സെൻറ്റർ കണ്ടുപിടിക്കണം. യെല്ലോ സെൻറ്റർ, ഇതാണ് യെല്ലോ സെൻറ്റർ. ഈ യെല്ലോ സെൻറ്ററിന് ചുറ്റുമുള്ള എഡ്ജസ് ഇതൊക്കെയാണ് എഡ്ജസ്. ഈ 4 ഒക്കെ കോർണേഴ്സാണ്. കോർണേഴ്സിന് 3 കളറും എഡ്ജസിന് 2 കളറും സെൻറ്ററിന് 1 കളറും ആണ്. 4 കോർണേഴ്സ്, 4 എഡ്ജസ്, 1 സെൻറ്റർ. ഓക്കെ, ആദ്യം നമുക്ക് ഒരു ഫ്ലവർ പോലെ ആക്കാം, ഒരു ഡെയ്സി. ആദ്യം നമുക്ക് യെല്ലോ സെൻറ്റർ കണ്ടുപിടിക്കാം. എന്നിട്ട് അതിനടുത്തുള്ള വൈറ്റ് ഒക്കെ നോക്കാം. ഇതിൻ്റെ ഒരു എഡ്ജസിൽ വൈറ്റ് ഉണ്ട്, അതാണ് നമുക്ക് ചെയ്യേണ്ട. ഇപ്പോൾ അതെ, ഇവിടെ വൈറ്റ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് എഫ് ചെയ്തിട്ട് എൽ പ്രൈം ചെയ്യാം. അപ്പോൾ ഇവിടെ 2 എഡ്ജസ് ഫിൽ ആയിട്ടുണ്ട്. ഇനി വേറെ 2 എഡ്ജസും കൂടി. ഇതിപ്പോൾ ഇവിടെയാണ്. നമുക്ക് 6 ചെയ്യാം. റൈറ്റ്. ഇപ്പോൾ 1 എഡ്ജസും കൂടിയുള്ളൂ. 3 എഡ്ജസ് കംപ്ലീറ്റ് ആയി. ഇനി ഈ ഭാഗത്ത് നമുക്ക് എഫ് പ്രൈം ചെയ്തിട്ട് അപ്പ് പ്രൈം ചെയ്തിട്ട് നമുക്ക് 6 ചെയ്യാം. അപ്പോൾ എല്ലാ എഡ്ജസിലും നമ്മുടെ വൈറ്റ് എഡ്ജസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് ഈ ഭാഗം മുകളിലേക്ക് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ചുറ്റിനുള്ള സൈഡ്സ് നോക്കാം. ഇത് മുകളിലേക്ക് ഭാഗം വെച്ചിട്ട് ഈ സൈഡ്സ് നോക്കാം. സൈഡിലത്തെ ഈ സെൻറ്റർ നോക്കണം. അതിന് മുകളിലുള്ള കളറ് സെയിം ആയിരിക്കണം. ഇപ്പോൾ ഓറഞ്ചും ബ്ലൂ ഈ ശരിയാവില്ല. ഓറഞ്ച് വേണം. നമുക്ക് ഇങ്ങനെ തിരിച്ച് നോക്കാം. ഓറഞ്ചും റെഡും വർക്കാവില്ല. ഓറഞ്ച് വേണം. ഓറഞ്ചും ഗ്രീനാണ്, വർക്കാവില്ല. ഓറഞ്ചും വന്നു. അപ്പോൾ നമുക്ക് സെയിം കളേഴ്സ് ആകുമ്പോൾ നമുക്ക് എഫ് പ്രൈം 2 പ്രാവശ്യം തിരിക്കാം. എഫും 2 പ്രാവശ്യം തിരിച്ചാൽ അതേ പൊസിഷനിൽ തന്നെ നിൽക്കും. ഇതിപ്പോൾ താഴ്ത്തെത്തി. ഇനിയിപ്പോൾ അടുത്ത സൈഡ് നോക്കാം. ബ്ലൂവും ഇത് വൈറ്റിൽ നിൽക്കണ കാരണം നമുക്ക് അത് ചെയ്യാം. ബ്ലൂവും ഇവിടെ കംപ്ലീറ്റ് ആണ്. അത് കാരണം നമുക്ക് എഫ് അല്ലെങ്കിൽ എഫ് പ്രൈം 2 പ്രാവശ്യം ചെയ്യാം. എഫ് പ്രൈം 2 പ്രാവശ്യം. ഇനി അടുത്തത് റെഡും കംപ്ലീറ്റ് ആണ്. അത് കാരണം നമുക്ക് എഫ് അല്ലെങ്കിൽ എഫ് പ്രൈം 2 പ്രാവശ്യം ചെയ്യാം. എഫ് പ്രൈം. ഇനി ഒരു സൈഡ് ലാസ്റ്റത്തെ വീണ്ടും ഇത് കംപ്ലീറ്റ് ആണ്. അത് കാരണം നമുക്ക് വീണ്ടും അതുപോലെ തന്നെ ചെയ്യാം. എഫ് പ്രൈം. ഇപ്പോൾ നമ്മൾ അടിയിലേക്ക് നോക്കിയാൽ നമുക്ക് ഒരു വൈറ്റ് ക്രോസ് കിട്ടിയിട്ടുണ്ടാവും. വൈറ്റ് ക്രോസ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഇനി നമുക്ക് ചെയ്യേണ്ടത് അൽഗോരിതംസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ച അൽഗോരിതംസ്. ഇനി നമുക്ക് വൈറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ വൈറ്റ് ക്രോസ് അടിയിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ സൈഡുകളൊക്കെ നോക്കാം. മുകളിലത്തെ കോർണേഴ്സിൽ ഇപ്പോൾ ഒരു കോർണറിൽ വൈറ്റ് ഉണ്ട്. ഇതിപ്പോൾ അതിന് ചുറ്റുമുള്ള കളേഴ്സ് ബ്ലൂവും റെഡും ആണ്. ഇപ്പോൾ വൈറ്റ് ഇവിടെ ഉണ്ട്, ബ്ലൂ റെഡും. ഇതിൻ്റെ സെൻറ്റേഴ്സ് നോക്കണം. ഇത് ഓറഞ്ചും ഈ സെൻറ്റേഴ്സ് ഉണ്ടല്ലേ, ഇത് ഓറഞ്ചും ഗ്രീനും ആണ്. നമുക്ക് വരേണ്ടത് ബ്ലൂവും റെഡുമാണ്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ തിരിക്കാം. ഇതിപ്പോൾ ബ്ലൂവും ഓറഞ്ചും ബ്ലൂ ആണ് വന്നിട്ടുള്ളത്. ഒന്നും കൂടി. ഇപ്പോൾ നമുക്ക് 2 സെൻറ്റേഴ്സും ഓറഞ്ച് ബ്ലൂവും റെഡും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അൽഗോരിതം ചെയ്യാം. ഞാൻ പറഞ്ഞു തന്നത് ആർ പ്രൈം യു പ്രൈം. അതുപോലെ ഈ വെള്ള താഴത്തെത്തുന്നവരെ നമുക്ക് ചെയ്യാം. ആർ പ്രൈം യു പ്രൈം. ആദ്യം ഇതിന് പ്രാക്ടീസ് വേണം. ആർ പ്രൈം. ഇതിപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഒന്നും കൂടി ചെയ്യാം. ആർ പ്രൈം യു പ്രൈം. ഇവിടെ താഴത്തെത്തി. ഇനി ബാക്കി 2 സൈഡ് ചെയ്യാം. ഇതിപ്പോൾ റെഡും ഗ്രീനും ആണ്. നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ബ്ലൂവും റെഡും ആണ്. നമുക്ക് റെഡും ഗ്രീൻ ആക്കാം. ഇങ്ങോട്ട് തിരിച്ച് നോക്കാം. റെഡും ഗ്രീനും കിട്ടി. എന്നിട്ട് നമുക്ക് വീണ്ടും അത് തന്നെ ചെയ്യാം. ആർ പ്രൈം യു പ്രൈം. ആർ പ്രൈം യു പ്രൈം. താഴത്തെത്തിയിട്ടില്ല. ആർ പ്രൈം യു പ്രൈം.
ആർ പ്രൈം യു പ്രൈം. എത്തി, താഴത്തെത്തി. ഇനി അടുത്ത സൈഡ് നോക്കാം. ഓറഞ്ചും ഗ്രീനുമാണ്. നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് റെഡും ഗ്രീനുമാണ്. നമുക്ക് ഓറഞ്ചും ഗ്രീനും ആക്കാം. ഇങ്ങോട്ട് തിരിക്കാം. എന്നിട്ട് നമുക്ക് റൈറ്റ് ഹാൻഡ് അൽഗോരിതം വീണ്ടും ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്തത് റൈറ്റ് ഹാൻഡ് അൽഗോരിതം ആണ്. റൈറ്റ് ഹാൻഡ് അൽഗോരിതം ആർ യു ആർ പ്രൈം യു പ്രൈം. ഇത് താഴ്ത്തെത്തി. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ തീർന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലെഫ്റ്റ് ഹാൻഡ് അൽഗോരിതം ആണ്. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് 2-ൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ബൈ.